വെൽക്കം ബാക്ക്. എല്ലാവർക്കും പുതിയൊരു ബ്ലോഗിലേക്ക് സ്വാഗതം. ഈവനിങ് ബ്ലോഗാണ്. എന്താണെന്ന് നോക്കിയാലോ? കൊടുവള്ളിക്ക് പോയാലോ? ബാക്കി വിശേഷങ്ങൾ അവിടെ ചെന്നിട്ട് വാ ഗായ്സ്. ഞാൻ പറഞ്ഞ പ്രത്യേകത ഇവിടെയാണ്. വാ ഗൈസ്, കയറി നോക്കിയാലോ എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക്. പോരും. ശ്രദ്ധിച്ചില്ലെങ്കിൽ പണി വാളും. ഞങ്ങളിവിടെ മാറി നടക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ നമ്മൾ മാറി നടക്കാൻ കുറച്ച് പ്രയാസപ്പെടും, അത്രയും തിരക്കാട്ടോ. അപ്പോൾ നമ്മൾ ഉള്ളിലേക്ക് പോവാണ്. ഇപ്രാവശ്യം ഒരുപാട് കടകൾ കുറവാട്ടോ. ഇനി തുടക്കം ആയതുകൊണ്ടാണെന്ന് അറിയില്ല. കുറച്ച് സ്ഥലമൊക്കെ ശൂന്യമായിട്ട് കിടക്കുകയാണ്. കുറച്ച് സ്ഥലത്ത് മാത്രമേ ഉള്ളൂ. കഴിഞ്ഞ വർഷത്തെ അത്ര എനിക്ക് ഫീലായില്ല. എന്താണെന്നറിയില്ല, കടകളൊക്കെ കുറവായതുകൊണ്ടായിരിക്കും. പിന്നെ ഉള്ളതൊക്കെ അടിപൊളിയാണ്. കുറച്ചേ ഉള്ളൂ, കയ്യിലെണ്ണാവുന്ന കടകൾ മാത്രമേ ഉള്ളൂ കേട്ടോ. അവിടെ നിന്നൊക്കെ കഴിക്കാം. പിന്നെ സ്പെഷ്യൽ ഐറ്റംസൊക്കെ ഉണ്ട്, പോയി കഴിക്കുന്നവർക്ക് പോവാം. നല്ല ലൈറ്റൊക്കെ അടിപൊളിയായിട്ടുണ്ട്. പിന്നെ തറാവിയൊക്കെ കഴിഞ്ഞിട്ടുള്ള ആൾക്കാർ വരുള്ളൂ, അതുകൊണ്ട് കുറച്ച് ആൾക്കാർ കുറവാണ്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരുപാട് ആൾക്കാരൊക്കെ വന്നു തുടങ്ങി. ഈ മാങ്ങൻ്റെ ഒക്കെ ഭയങ്കരമായിട്ട് കൊള്ളായിരുന്നു. ഭയങ്കര എരിവാട്ടോ. ഞങ്ങൾ വാങ്ങിയില്ല, പക്ഷെ നല്ല എരിവുണ്ടെന്ന് അവർ പറയുന്നുണ്ട്. വാങ്ങി കഴിച്ചവരും പറഞ്ഞിട്ടുണ്ട് ഭയങ്കര എരിവാണ്. പിന്നെ മോമോസ് ഒരുപാട് വൈകിയേ കിട്ടുള്ളൂ. ഞങ്ങൾക്ക് കിട്ടിയില്ല. ഞങ്ങൾ 2 പ്രാവശ്യം ചോദിച്ചു, അപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയില്ല. അവരൊരുപാട് ലേറ്റ് ആവുമെന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ 9 മണി വരെ അവിടെ നിന്നിട്ട് ഞങ്ങൾക്ക് മോമോസ് കിട്ടിയില്ല. ബോർഡ് മാത്രമേ ഉള്ളൂ, സംഭവം അവിടെ ഒന്നുമില്ല. അത് വെറുതെ ആയിരുന്നു. ഇന്ന് നാളെ എന്താണെന്ന് അറിയില്ല. പിന്നെ നമ്മൾ 20 ചോക്ലേറ്റ് എന്താണെന്നറിയാം. ബാങ്കിലൊക്കെ ഉഷാറായിട്ട് പോകുന്നുണ്ട്. തോത്തരൊക്കെ പോവാം. ഓക്കെ, അതാണ് സോഡ സർബത്ത്. ഞാനത് ടേസ്റ്റ് നോക്കട്ടെ. ആ വെക്ക് ഇത്രയും വലിയ ഉണ്ട്, അതിലിറങ്ങുമോ? കൊള്ളാവോ? ഞാൻ കുടിക്കട്ടെ, ഞാനൊന്ന് കുടിച്ചു നോക്കട്ടെ. പിന്നെ പാനിപ്പൂരി സ്പെഷ്യൽ. പാനിപ്പൂരി എവിടെ ചെന്നാലും ഞങ്ങൾക്ക്. ഇവിടെ കുറച്ച് ആൾക്കാർ കൂടിയിട്ടുണ്ട്. എന്തിനാന്ന് എനിക്കറിയാൻ വയ്യ, പോയി നോക്കാം. പാനിപ്പൂരിയാണ് ഞങ്ങളുടെ മെയിൻ. പിന്നെ മുട്ട ബജ്ജി, അങ്ങനെ ഐറ്റംസ് ഒക്കെ. മോൻ്റെ ഫേവറേറ്റ് സാധനം കല്ലുമ്മക്കായി. സോഡ.
സൂപ്പറാ. കൈ ഗ്ലൗസ് ഒക്കെ ഇട്ടിട്ട് എടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ആ ഓക്കെ. ആ എന്താണെന്നറിയാം, യൂട്യൂബിൽ വരുമ്പോഴേ നിങ്ങൾക്ക് പണി കിട്ടും, അതുകൊണ്ടാണ് കയ്യിൽ സോക്സ് ഇട്ടിട്ടുണ്ട്. ഈ ചേട്ടനാട്ടോ നമ്മളെ എന്താണിത്, പാനിപ്പൂരി. ഇവർ രണ്ടാളും കേട്ടോ. നമുക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ഇവർ രണ്ടാളും എടുക്കുക. നിങ്ങളവിടെ ഉള്ള ആന്ധ്ര കൊടുവള്ളിക്കാരങ്ങൾക്ക് അറിയാത്തോണ്ടാ. നിങ്ങളെവിടെ പോലെ ഞങ്ങൾ പൊക്കും. ആ ഇതേ തലശ്ശേരി കടുക്കയാണ്. പാനിപ്പൂരി ഭ്രാന്തിയാണിത്. എത്ര എന്നാലും മതിയാവില്ല. പേടിയൊന്നുണ്ടാകാൻ എന്തെന്നറിയില്ല. പോയി നോക്കാം. നാടൻ രുചിയാണ്. അത് വേണ്ടേ? റെഡ് സയൻസ് പിന്നെ ഇത്രേ ഉള്ളൂ കേട്ടോ. ഷോപ്പ് ഇടുന്നവർക്ക് ഇവിടെ ഒന്ന് ഷോപ്പൊക്കെ ഇടാം. കത്തിച്ചുള്ള പരിപാടിയാണ്. ഇവിടെ കത്തിക്കും. ഫയർ ഡേഞ്ചറാണ്, ഡേഞ്ചർ. നമ്മളെ സാധനം റെഡി ആയിക്കൊണ്ടിരിക്കുന്നു ഗായ്സ്. ഈ പരിവാക്കിയിട്ടുണ്ട്. 5 അവ അവിടെ ഇവിടെയൊക്കെ പോയി എന്തൊക്കെ നുള്ളിപ്പറക്കി ഇടുന്നുണ്ട്. കിട്ടിയില്ല. അടിപൊളിയാ. ക്ഷീണിച്ച്. പക്ഷെ കഴിഞ്ഞ വർഷത്തന്നെ അത്രയും കടകളൊന്നുമില്ല, കുറവാണ്. ഇനിയിപ്പോൾ ഉണ്ടാവുമായിരിക്കും. ഇപ്പോൾ 2-3 ദിവസമായിട്ടല്ലോ തുടങ്ങിയിട്ട്. നോക്കാം. എൻ്റെ ഫേവറേറ്റ് ചോക്ലേറ്റ് ആയിരുന്നു പണ്ടത്തെ പുളിയച്ചാർ. ഇത് ഞാൻ വാങ്ങുമായിരുന്നു എൻ്റെ. പക്ഷെ എനിക്ക് വീട്ടിൽ നല്ല വഴക്ക് കേട്ടിട്ടുണ്ട്. അടിയും കൊണ്ടുള്ള സാധനം ഇത്. എന്നും എനിക്ക് വഴക്ക് കേൾക്കുമായിരുന്നു, ഇത് കഴിക്കരുതെന്ന് പറഞ്ഞിട്ട്. അതുപോലെ തന്നെ വേറൊന്ന് വാങ്ങുമായിരുന്നു. ഇത് എന്താണ് പൈസ മിഠായി എന്ന് പറഞ്ഞിട്ട്. ഇത് ഭയങ്കര ഇഷ്ടമായിരുന്നു. എല്ലാം പഴയ മിഠായികൾ ഏതെടുത്താലും 20 രൂപ. എല്ലാം അങ്ങനെ. ഞങ്ങൾ വന്ന സമയത്ത് ആൾക്കാരൊന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ കുറച്ച് ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. എന്നാലും കുറവായി ഉണ്ടാവുമായിരിക്കും. അപ്പോൾ ഗൈസ് നമ്മൾ ഇറങ്ങാണ്.
എപ്പോഴെങ്കിലും വരാം ഗൈസ്. തിരുവനന്തപുരം എന്താ പോകുന്നത്, അത് കയറിയെങ്കിൽ വീട്ടിൽ പോകായിരുന്നു. തിരുവനന്തപുരത്ത് പോയായിരുന്നു ഞങ്ങൾക്ക്. കയറിയാലോ? തിരുവനന്തപുരം എനിക്ക് പോയായിരുന്നു. ഭയങ്കര തിരക്കാം. ഭയങ്കര ട്രാഫിക്. ഞാൻ കുറച്ചേ എടുത്തോളൂ ഗൈസ്. എനിക്ക് വയ്യ കഴിക്കാൻ. എനിക്ക് ആഹാരം പഴയതുപോലെ വേണ്ട, എന്താണെന്നറിയാൻ വയ്യ. അപ്പോൾ കൊടുവള്ളിക്കാർ ഉഷാറാക്കിയിട്ടുണ്ട്. പോവാത്തവരൊക്കെ പോവാം, അടിപൊളിയാണ്. പോയി കുട്ടികളായിട്ടൊക്കെ പോയി ഫുഡൊക്കെ വാങ്ങി കഴിച്ച് വരിക. അപ്പം എൻ്റെ വീഡിയോ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ ഗൈസ്, പുതിയൊരു വ്ളോഗിൽ കാണാം.